തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഡോക്ടർ കെ ജയകുമാറിനെ നിയമിച്ചുള്ള ഉത്തരവ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. ഉത്തരവ് പുറത്തിറങ്ങിയാൽ എത്രയും വേഗം ചുമതല ഏറ്റെടുക്കുമെന്ന് ജയകുമാർ പറഞ്ഞു. മണ്ഡലകാലം കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. വല്ലാത്തൊരു സമയത്താണ് നിയോഗം ലഭിച്ചതെന്നും എന്നാൽ പുതിയ സ്ഥാനത്തെക്കുറിച്ച് ആശങ്കകളില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രി സംസാരിച്ചിരുന്നു ഇന്നലെ. അത് ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച മറ്റേ ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ദേവസ്വം ബോർഡിലെ CPIയുടെ പുതിയ പ്രതിനിധിയെ ഇന്ന് തീരുമാനിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ചുറ്റുപാടുമുള്ള എല്ലാവരും വലിയൊരു വെല്ലുവിളിയുള്ള ഒരു സമയത്താണല്ലോ ഈ ഒരു ചുമതല വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു അവസരമായി കാണുന്നു. ഈ ശബരിമല എന്ന് പറയുന്നത് അന്യമേ അല്ല, അവിടെ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ താൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലീനിങ് തുടങ്ങുമ്പോൾ എവിടെയെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ എവിടെ നിന്ന് ആരംഭിക്കുമെന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യനെ ഉറപ്പായിട്ടും. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ സർക്കാരും CPIM മുന്നണിയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും പരിഗണിച്ച ചർച്ച ചെയ്യപ്പെട്ട പേരുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചില സൂചനകളൊക്കെ പുറത്തു വന്നതായിരുന്നു. A. സമ്പത്ത്, TK ദേവകുമാർ ഉൾപ്പെടെയുള്ള പേരുകൾ ചർച്ചയായി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് CPIM അക്കാര്യത്തിൽ കാണുന്നത്, CPI പറയുന്നത് നേരിട്ടൊരു പാർട്ടി അംഗം അതല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവി അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടയാൾ ഇനിയും ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ഈ സാഹചര്യത്തിൽ വരുന്നത് അത് പാർട്ടിക്ക് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കും. മാത്രവുമല്ല, അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ, അതിനൊക്കെ അപ്പുറത്തേക്ക് പുതിയ അതായത് നിലവിലെ ഭരണസമിതിയായിട്ടുള്ള PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഉത്തരവിൽ നമ്മൾ കണ്ടതാണ് ദേവസ്വം ഭാരവാഹികൾക്കെതിരെയുള്ള ഒരു വിമർശനം. ആ സാഹചര്യത്തിലാണ് സർക്കാർ കെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന പേരിലേക്ക് വരുന്നത്. അത് മുൻ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ മാത്രവുമല്ല, ശബരിമലയിൽ അദ്ദേഹത്തിനുള്ള പ്രവൃത്തി പരിചയം അത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശബരിമലയിൽ സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കണക്കെടുപ്പിലടക്കം ഈ കെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തി അന്ന് പ്രവർത്തിച്ച രീതിയും വിധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധമുള്ളയാളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ സമയത്ത് അദ്ദേഹം ദേവസ്വം വകുപ്പിന്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ദേവസ്വം വകുപ്പ് അതല്ലെങ്കിൽ ശബരിമല തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ കാര്യമായി പരിചയമുള്ള ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കൊണ്ടുവരുമ്പോൾ അത് ഉറപ്പായും വിശ്വാസ്യത ഉണ്ടാക്കുമെന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് എല്ലാ മുന്നണികൾക്കും എല്ലാ പാർട്ടികൾക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കെ ജയകുമാർ എന്നുള്ള പേര് സ്വീകാര്യമാണ് എന്നുള്ള വിലയിരുത്തൽ കൂടി CPM നടത്തുന്നുണ്ട്. ഏതായാലും അങ്ങനെയാണ് കെ ജയകുമാർ അവിടേക്ക് എത്തുന്നത്, ആ ചുമതലയിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി എന്തായാലും മടങ്ങിയെത്തിയ ശേഷം ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഉത്തരവിറങ്ങും. അതേസമയം CPI പ്രതിനിധിയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേരൊക്കെ കേട്ടതാണ്. പക്ഷേ കെ ജയകുമാർ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ആയിരിക്കില്ല, പകരം മറ്റൊരു പേര്, അതായത് സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു പേര് CPI ഇന്ന് തീരുമാനിക്കുകയും ചെയ്യും. ക്രിസ്ത്യന പ്രവിത. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.